എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഷൈബു. എൻ്റെ സ്വദേശം കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനിപ്പോൾ പുതിയൊരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ്. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് വേദമണിമുത്ത് എന്നാണ്. എന്താണ് വേദമണിമുത്തെന്ന് ഈ യൂട്യൂബ് ചാനൽ പേരിടാൻ കാരണം എന്ന് വെച്ചാൽ, മനുഷ്യരാശിയിൽ പിറന്നിരിക്കുന്ന എല്ലാവരും മനുഷ്യനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഈ സമയത്ത് എനിക്ക് മനുഷ്യരാശിയെക്കുറിച്ച് കുറച്ച് അറിവുകൾ നിങ്ങൾക്ക് പകർന്നു തരണമെന്ന് ആഗ്രഹത്തോടു കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ വേദമണിമുത്ത്, അറിവിൻ്റെ മണിമുത്ത് എന്നൊരു പേരിട്ടാൻ കാരണം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ മീനച്ചിലാറിൻ്റെ തീരത്ത്, മീനച്ചിലാറുമായിട്ട് ലയിച്ച് കിടക്കുന്ന നമ്മുടെ മണിമലക്കാവെന്ന് പറയുന്ന ഒരു കാവിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആറും കാവുമായിട്ട് ലയിച്ച് കിടക്കുന്ന ഒരു പ്രകൃതി ഭംഗിയായ കോട്ടയം ജില്ലയിലെ അതിമനോഹരമായ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്കിന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത് കാവുകളും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണ്. കാവുകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ് കാവുകൾ? കാവുകൾ നിർമ്മിക്കപ്പെട്ടതാണ്, മനുഷ്യരാശിക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് കാവുകൾ എന്ന് പറയുന്നത്. അപ്പം ഈ കാവുകൾ മനുഷ്യനുമായിട്ടുള്ള ബന്ധം വരാനുള്ള കാരണം, അത് പറയണമെങ്കിൽ നമ്മൾ മനുഷ്യൻ്റെ ഉൽപ്പത്തിയിലേക്ക് തന്നെ പോകേണ്ടി വരും. മനുഷ്യരാശി ഉടലെടുത്തിട്ട് അനേകായിരം വർഷങ്ങളായി, ലക്ഷക്കണക്കിന് വർഷങ്ങളോളം കായ്കനികൾ കഴിച്ചാണ് മനുഷ്യൻ ജീവിതം ആരംഭിച്ചു തുടങ്ങിയത്. അപ്പം മനുഷ്യൻ ജീവിതം ആരംഭിച്ചു തുടങ്ങി. ഇന്ന് ഇവിടെ ഈ അന്ന് മുഴുവൻ വനമായിരുന്നു. ആ വനങ്ങളിലൂടെയാണ് ഇവർ സഞ്ചരിച്ചിരുന്നത്. ഇവർക്ക് സ്ഥിരമായിട്ടൊരു സ്ഥലത്തൊരു താമസം അന്നില്ലായിരുന്നു. ഈ ഏരിയയിലുള്ള എവിടെയെങ്കിലും അവർ നിൽക്കുന്ന ആ ഏരിയയിലുള്ള കായ്കനികൾ പറിച്ചു തിന്ന് അവിടുത്തെ കായ്കനികൾ തീരുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് അവർ പലായനം ചെയ്യും. അങ്ങനെ അങ്ങനെ ലോകം മുഴുവൻ അവർ സഞ്ചരിക്കാൻ തുടങ്ങി. അങ്ങനെ വരുമ്പോഴാണ് ഈ ആളുകൾ എണ്ണം കൂടി അംഗസംഖ്യകൾ കൂടുമ്പോഴത്തേനും അവർ മൂന്നായിട്ടും നാലായിട്ടും വേർപിരിഞ്ഞ് പല സ്ഥലങ്ങളിലേക്ക് അവർ യാത്ര ചെയ്യും. കായ്കനികളുള്ള സ്ഥലത്ത് അവർ ഒരാഴ്ച ഒരു മാസമൊക്കെ അവർ തമ്പടിച്ച് അങ്ങനെ അവിടെ എവിടെയെങ്കിലും മരപ്പൊത്തിലും പാറയിടുക്കിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കിടന്നുറങ്ങി അവർ കായ്കനികൾ ഭക്ഷിച്ച്. അന്ന് അധ്വാനികളല്ലായിരുന്നു മനുഷ്യർ. വെറുതെ ഇങ്ങനെ കായ്കനികൾ കഴിക്കുക, ചുമ്മാ ഇങ്ങനെ റെസ്റ്റ് എടുക്കുക, അങ്ങനെയുള്ള രീതിയിലൊക്കെ ജീവിച്ചുകൊണ്ടിരുന്ന കാലം. ആ കാലമെല്ലാം കഴിഞ്ഞ് മനുഷ്യൻ ഒരുപാട് വർധനവുണ്ടായെന്ന് പറഞ്ഞാൽ ആളുകൾ ഒരുപാട് പെരുകി കഴിഞ്ഞപ്പോഴേക്കും കഴിക്കാൻ ഭക്ഷണമല്ല, ഈ കായ്കനികൾ കിട്ടാതെയായി കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ കറങ്ങി അടിച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്കും ആദ്യം സഞ്ചരിച്ച വഴികളിലൂടെ പിന്നീട് സഞ്ചരിച്ച് വന്നപ്പോഴാണ് അന്ന് കഴിച്ചിട്ട് പോയ ഫലങ്ങളുടെ വിത്തുകൾ കിളുത്ത് നിൽക്കുന്നത് കണ്ടത്. അങ്ങനെ കിളുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഇതിൻ്റെ വിത്ത് കുഴിച്ചിട്ടാൽ പുതിയ മരമുണ്ടാകുമെന്നും അല്ലെങ്കിൽ പുതിയ ചെടി ഉണ്ടാകുമെന്നും അതിൽ നിന്ന് നമുക്ക് പറിച്ച് കഴിക്കാൻ പറ്റുമെന്നും, അപ്പം നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ കായ്കനികൾക്ക് വേണ്ടി പഞ്ഞം വരില്ല എന്ന് തോന്നിയ കാലത്താണ് കൃഷി ആരംഭിക്കണമെന്നുള്ളൊരു ചിന്തയുണ്ടായത്. അങ്ങനെ ഈ കൃഷി ആരംഭിക്കണമെന്നുള്ളൊരു ബുദ്ധി മനുഷ്യനുണ്ടാകുന്നത് അവർ കഴിച്ചിട്ട് അന്ന് ഉപേക്ഷിച്ചിട്ട വിത്ത് കിളുത്ത് നിൽക്കുമ്പോഴാണ് അവർക്കത് മനസ്സിലായത്, കൃഷി ചെയ്താൽ ഇത് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ കൃഷി ആരംഭിക്കാനുള്ള കാര്യങ്ങൾ നോക്കി. അങ്ങനെയാണ് ഈ മനുഷ്യരാശി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് തമ്പടിക്കാൻ തുടങ്ങി. അങ്ങനെ കൂട്ടമായിട്ട് പല സ്ഥലങ്ങളിൽ അവർ തമ്പടിക്കാൻ തുടങ്ങി. കൃഷി ആരംഭിച്ചു എങ്കിലും ഇതൊന്നും കറക്റ്റായിട്ട് വിളവ് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ കായ്കനികളൊന്നും കിട്ടിയില്ല, ചെടികളൊന്നും കറക്റ്റായിട്ട് വളർന്നില്ല, അല്ലെങ്കിൽ അതിനെ പരിപാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചോ അല്ലെ അതിനെക്കുറിച്ചൊന്നും ഇവർക്ക് അറിവില്ലാതെ ഇരുന്ന കാലത്ത് കൃഷി ചെയ്തിട്ട് കിട്ടാതെ വന്നപ്പോഴാണ് ഈ മനുഷ്യൻ അന്വേഷിക്കാൻ തുടങ്ങിയത്. എന്താണിത്, ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് കിട്ടുന്നില്ലല്ലോ, അല്ലെങ്കിൽ എല്ലാ മരങ്ങളും ഇങ്ങനെ കിളിർത്ത് വരുന്നുണ്ട്, കായ്കനികൾ ഉണ്ടാകുന്നുണ്ട്, എല്ലാ ചെടികളും പുഷ്പിക്കുന്നുണ്ട്, നമ്മൾ വെച്ചിട്ട് എന്താണ് ഇതങ്ങനെ വരാത്തത് എന്ന് ഒരു തോന്നൽ വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ച് പഠിക്കണമെന്നുള്ളൊരു ചിന്തയുണ്ടായത്. അപ്പം അങ്ങനെ പഠിക്കാൻ വേണ്ടി ആരംഭിച്ച കാലം
സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഇത് പഠിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണമായിരുന്നു. ഒരുപാട് കാര്യം കൃഷിയെക്കുറിച്ച് മാത്രമല്ല, കൃഷി നല്ല രീതിയിൽ വിളവ് നമുക്ക് കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ കാലങ്ങളെക്കുറിച്ച് അറിയണമായിരുന്നു. കാലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ശരത്കാലം, വേനൽക്കാലം, വസന്തകാലം, ഗ്രീഷ്മകാലം, ഇങ്ങനെയുള്ള കാലങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണമായിരുന്നു. അങ്ങനെ കാലങ്ങളെക്കുറിച്ച് പഠിച്ചു. കാലങ്ങളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പം പക്കങ്ങളെക്കുറിച്ച് അറിയണമായിരുന്നു. പക്കങ്ങൾ എന്ന് പറയുന്നത് അറിയാമല്ലോ, നമ്മുടെ 15 പക്കങ്ങൾ കൂടിച്ചേരുന്നതാണ് ഒരു അമാവാസി. 28 നാളുകൾ കൂടിച്ചേരുന്നതാണ് ഒരു അമാവാസി, ഒരു പൗർണമി എന്ന് പറയുന്നത്. അപ്പം ഈ 15 പക്കങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമാവാസി കഴിഞ്ഞ് അടുത്ത 15 ദിവസം കൊണ്ടാണ് ഒരു പൗർണമി വരുന്നത്. അപ്പോൾ ഈ 15 പക്കങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണമായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണമായിരുന്നു. അതിനെക്കുറിച്ച് പഠിച്ചു. അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ നക്ഷത്രങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണമായിരുന്നു. അങ്ങനെ 27 നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിച്ചു. അത് കഴിഞ്ഞും പിന്നെയും പഠിക്കണമായിരുന്നു ഗ്രഹങ്ങളെക്കുറിച്ച്. 9 ഗ്രഹങ്ങളെക്കുറിച്ചും നമ്മൾ പഠിക്കണമായിരുന്നു. അവരുടെ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കണമായിരുന്നു. ഇതെല്ലാം പഠിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിപ്പം ചുമ്മാ ഏതെങ്കിലും കാലത്ത് നമ്മൾ കൃഷി ഇറക്കാറില്ല. ഉണ്ടോ? ഇല്ലല്ലോ. അപ്പം നമ്മൾ ഈ പക്കങ്ങളും ഈ ഗ്രഹങ്ങളുടെ മാറ്റങ്ങളും ഈ 12 രാശികളെക്കുറിച്ച് പഠിക്കണമായിരുന്നു. അങ്ങനെ ഈ രാശികളും പക്കങ്ങളും 27 നക്ഷത്രങ്ങളെയും 9 നവഗ്രഹങ്ങളെയും പഞ്ചഭൂതങ്ങളെക്കുറിച്ചും പഠിക്കണമായിരുന്നു. അങ്ങനെ പഞ്ചഭൂതങ്ങളെക്കുറിച്ചും പഠിച്ച് കഴിഞ്ഞപ്പോഴാണ് എങ്ങനെ കൃഷി ചെയ്യാം, അല്ലെങ്കിൽ കൃഷി ചെയ്താൽ നമുക്ക് എങ്ങനെ നേട്ടമുണ്ടാകും എന്ന് നമ്മൾ കണ്ടുപിടിച്ചത് അപ്പോഴാണ്. അപ്പം ഈ കണ്ടുപിടുത്തത്തിലൂടെ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായത്. അങ്ങനെയാണ് നമുക്ക് ജ്യോതിഷം ഉണ്ടായത്. ജ്യോതിഷം ശരിക്കും പറഞ്ഞാൽ ഭാരതത്തിലാണ് ഉള്ളെടുത്തത്. അപ്പം ഈ ജ്യോതിഷം കണ്ടുപിടിച്ചത് നമ്മുടെ മുനീശ്വരന്മാർ, അല്ലെങ്കിൽ ഋഷീശ്വരന്മാരല്ലെങ്കിൽ മുനിമാരെന്ന് പറയുന്ന, മഹർഷിമാരെന്ന് പറയുന്ന അത്രയ്ക്കും അന്നത്തെ അറിവുള്ള ജ്ഞാനികളായ ആളുകളാണ്. അത് തപസ്സിലൂടെയും പല രീതിയിലും അവർ അതിനെ കണ്ടെത്തിയതാണ്. ഇന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന പോലെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കണ്ടുപിടുത്തങ്ങൾ മുഴുവൻ നടത്തിയത് അവരാണ്. ഈ കാവും ജ്യോതിഷവും മനുഷ്യനുമൊക്കെ ആയിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഇനി വരും വീഡിയോകളിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഓക്കെ.